5 മണിക്ക് പഠിക്കാൻ തരുന്ന 5 മണിക്ക് കോള് വരും. അല്ല പറ്റില്ല, നമുക്ക് 10 മണിക്ക് എനിക്കാണെന്ന് പറഞ്ഞാൽ 10 മണിക്ക് കോള് വരും. 6 മന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് അയ്യോ മാഡം കയ്യിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ ഇതാക്കിയത്. അവരുടെ ഹെൽപ്പിൽ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമായിരുന്നു എന്ന്. ഇപ്പം മാഡം നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമുക്ക് 1-to-1 മെൻറ്ററിംഗ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എക്സാക്ട് നമ്മുടെ പോയിന്റ് ഏതാണോ, ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് സബ്ജക്റ്റിൽ ഏത് ലെവലിൽ, അവിടെ നിന്ന് ഇനി അങ്ങോട്ട് അങ്ങനെ മൊത്തം ഒരു കംപ്ലീറ്റ് ഒരു വേ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹാപ്പിനെസ് ഓഫീസർ ആണെങ്കിലും അവരെ അടുക്ക വിളിച്ചിട്ട് ഓക്കെ ആണോ, എന്താ ഇതാക്കണ്ടേ, ഇപ്പോൾ ഇതാണെങ്കിലും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയുള്ള അങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് അയ്യോ 5 മണിക്ക് ഇനി ഇങ്ങനെ കണ്ണ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുമോ, കഴിയുമ്പോൾ അടയ്ക്ക ഉറങ്ങും. അത് കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കോള് വരും, ഇരിക്കാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പല മേഖലയിൽ നിന്ന് ബന്ധപ്പെട്ട് മറ്റേ ബയോകെമിസ്ട്രി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വന്ന ആൾക്കാർ, ഞാൻ സുവോളജി ആയിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എല്ലായിടത്തും ഇച്ചിരി അറിയാം, പക്ഷെ ഒന്നിൻ്റെ ഫുൾ അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു കംപ്ലീഷൻ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ പലർക്കും പലതാ വേണ്ടത്.